Central Home Minister flies down to Bangalore for a bloodless coup by Susan Joseph Pandala. എന്നാ പറ്റി? ഒലക്ക ചക്ക. അതെ, ഇതിന് എന്നാ വില എന്നറിയാമോ കൊച്ചിന്? അറിയാം. 1 rupee 25 paise. അങ്ങനെ 1.25 ഉലുവ മുടക്കി പത്രം വാങ്ങിക്കുന്നവരോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനല്ല, ഉത്തരം പറയാനാ നിനക്കൊക്കെ ശമ്പളം. കണ്ടില്ലേ, കേന്ദ്രമന്ത്രി KJ നായർ ബാംഗ്ലൂരിൽ വന്ന് 3 ദിവസമായി രാപ്പാർക്കുന്നെങ്കിൽ അത് ബ്ലഡ്ലെസ് കൂവിനാണോ അതോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൂക്ക് ചിത്താനാണോ എന്നൊക്കെ നല്ല കൃത്യമായിട്ട് നിരീക്ഷിച്ച് അന്വേഷിച്ചെഴുതണം. അതാണ് ഒബ്ജക്റ്റീവ് ന്യൂസ് റിപ്പോർട്ടിംഗ്. കേട്ടല്ലോ? കേട്ടു. കേൾക്കണം. എന്നാ പിടിച്ചോ. ഗോ ഗെറ്റ് മീ ഫാക്ട്സ്. അതെ സൂസന്ന, ഹൗ ഈസ് രവി? Who is asking? Chief Editor Joseph Pandala? അതോ എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടിച്ചായനോ? നിന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടി. രവി ഈസ് ഫൈൻ പപ്പ. എന്താ വൈകിട്ടൊരു ഡ്രിങ്കിന് ജോയിൻ ചെയ്യാൻ പറയണോ ഞാൻ രവിയോട്? ഒന്ന് കാണണം, സംസാരിക്കണം അവനോട്. ഏയ് ഡോണ്ട് വറി ഓൾഡ് മാൻ. ബൈ. Hi Major Saab. Hi. You? Yeah. Susan Joseph Pandala. But how dare you get inside here, you? ഇങ്ങോട്ടൊരൊറ്റ പത്രക്കാരന്റെ കയറ്റി വിടുന്നു പറഞ്ഞാണല്ലോ ഞാൻ. പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? നല്ല പഴം പോലെ കയറി. പെണ്ണൊരുമിട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബാംഗ്ലൂരിൽ സൂസന്നയുടെ തിണ്ണമെടുക്ക്. പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ സീരിയസ് ലാപ്സസും. That did it. ദാ ഇപ്പൊ കയറി കണ്ടിട്ട് വരുവാ ഞാൻ ഇയാടെ മന്ത്രിയെ. പറയാൻ ആരാ നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? Oh God, it hurts. I'm sorry. Sorry, പുല്ല്. അതെ, I'll give you just 1 more month. അപ്പൊ കൃത്യം 3 മാസം ഇയാടെ ജൂനിയർ മാമച്ചന്. അതിന്റെ ഉള്ളിൽ മേജർ രവി മാമൻ അവന്റെ സൂസനയ്ക്കുള്ള മിന്നുപണിയും കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, ബൂം സ്വാഹ. ഒരു കുഞ്ഞ് ഡൈനമൈറ്റ് വാങ്ങിച്ചു വെക്കും ഞാൻ. ദാ ഇതിന്റെ ഉള്ളില്. പിന്നെ പപ്പയോട് പറഞ്ഞു ഞാൻ എന്റെ വയറ്റിൽ ഇയാളുണ്ടെന്ന്. എന്നിട്ട് എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പൊട്ടിച്ചായം പറയുവാ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അപ്പൻ നല്ല ഒന്നാന്തരം ഒരാണാണ്, എന്നെ കെട്ടിക്കോളും, ചെലവിന് തന്നോളും. കൃത്യസമയം നോക്കി വന്നോളും. രസം കൊല്ലി ഇഡിയറ്റ്. May I come in, sir? Come on, MTV. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? സർ. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. ദാറ്റ് വാസ് എ സ്കീം, അല്ലേ? യെസ് സർ. അൺബിലീവബിൾ. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ KK വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ, അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വാണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്റെ അത്ര തന്നെ തലയെടുപ്പുള്ള 2 ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതന്മഷം ഇന്ന് തന്നെ.
ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലിനും ഒക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. സർ, ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്. How dreadful. And this is only a copy. സർ. സൂര്യവല്ലിയുടെയും മണങ്കാമുടിയുടെയും കുംഭസാരത്തിന്റെ ഒറിജിനൽ ടേപ്പ് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഭദ്രമായിട്ടല്ലേ? യെസ് സർ. വെൽ, തന്നെ പോലെ സൂക്ഷ്മബുദ്ധിയായ ഒരു ഓഫീസർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ പോലും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. സമസ്ത തെരുവുകളും ഒറ്റയടിക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല, അല്ലേ രവി? ലുക്ക് രവി, ഐ വാണ്ട് ദാറ്റ് ടേപ്പ്. ഇതിന്റെ ഒറിജിനൽ. അല്ല സർ, അത് നോ. ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല, ഒരാളുടെ കയ്യിലും, താനടക്കം. വാട്ട് ഡു യു മീൻ സർ? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ KJ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേ താൻ, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന KJ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച ആ പ്രബലൻ. ജേക്കബ്, നോ. രവി, ഞാനും ദേ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകരവന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അർജിസ്ഥിതിക്ക് മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. സോ ಇಲ್ಲಿ ನಡೆದಿದ್ದು ಇನ್ಮೇಲೆ ನಡೆಯಬಹುದು. ಎದುವೇ ಯಾರಕ್ಕೂ ತೆರೆಯಕೂಡದು. ವಿ ನೀಡ್ ಯುವರ್ ಹೆಲ್ಪ್. And listen, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. ಅವರಿಗೆ ಬದಲಾಗಿ ಬರುವ ಗ್ರೂಪ್ ಡೇ ಆಫ್ಟರ್ ಟುಮಾರೋ ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡ್ತಾರೆ ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും യു വിൽ കീപ് സൈലൻസ്. You bloody! എടുത്തിട്ട് വാങ്ങണം.